എല്ലാവർക്കും സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വീഡിയോയാണ്. പലരും നമ്മുടെ തമ്പനയിൽ കണ്ട് അത്ഭുതപ്പെട്ട് കാണും. എന്താണ് കൈ കഴുകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന്? പലർക്കും അറിയാത്ത ഒരു വലിയ രഹസ്യം കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, നമ്മളിവിടെ വളരെ ഭക്തിപൂർവ്വം ഒരു പ്രാർത്ഥനയിലൂടെ കടന്നും പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മുൻപുള്ള ഓരോ വീഡിയോകളും നിങ്ങൾ എടുത്തു നോക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വളരെ നിസ്സാരമായി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളും ബൈബിൾ വചനങ്ങളുമാണ് ഈ ചാനലിലെ ഓരോ വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ചാനലിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യപ്പെടുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ നമ്മളിവിടെ എഴുതി വെച്ച് 33 തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് വിടുതൽ ലഭിച്ചതായിട്ട് ദിവസവും എന്നോട് പറയാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, കടബാധ്യതകൾ, രോഗപീഠകൾ, പൈശാചിക പ്രലോഭനങ്ങൾ, ജീവിതത്തിലുണ്ടാവുന്ന ഓരോ തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പഠന സംബന്ധമായ തടസ്സങ്ങൾ, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിവാഹം നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്കാണ് ദിവസവും ദിനം പ്രതി ഓരോരുത്തർക്ക് അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി അല്ലാത്ത പക്ഷം ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എടുത്ത് ചൊല്ലാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവരുടെയും എത്ര തവണ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നോ അത്രയും തവണ നമ്മളിവിടെ എഴുതി വെച്ച് 33 തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു നിയോഗം മനസ്സിൽ വിചാരിക്കുക. ഒന്നിലധികമോ നിയോഗങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ 7 പേർക്ക് അയച്ചു കൊടുക്കുക. തീർച്ചയായും 3 മാസത്തിനുള്ളിൽ ആ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് കൈ കഴുകുമ്പോൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണം, അതിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന പാപങ്ങളാണ്. ആ പാപഭാരമാണ്, ആ പാപക്കറകളാണ് എനിക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പാപങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഏറ്റുപറയുക. അതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. ഈ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല ആഗ്രഹങ്ങളും, പല പ്രാർത്ഥനകളും, അഭ്യർത്ഥനകളും, യാചനകളും വളരെ നിസ്സാരമായി നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥനയിലൂടെ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഈ ഒരു പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ നിങ്ങളുടെ കൈകൾ ശുദ്ധിയാക്കുക. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ എല്ലാ പാപക്കറകളും നമ്മൾ കഴുകി മാറ്റുകയാണ്. ഈ ഒരാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ അട്രാക്റ്റ് ചെയ്തെടുത്ത എല്ലാ പാപക്കറകളും, എല്ലാ നെഗറ്റീവ് എനർജികളും ഞാൻ ഈ ജലം ഉപയോഗിച്ച് കഴുകിക്കളയുകയാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കൈകൾ കഴുകുവാൻ. മാത്രമല്ല, നിങ്ങൾക്ക് കുമ്പസാരിക്കാം, നിങ്ങൾക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. ഇനി കുമ്പസാരിക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അപ്പം നമുക്ക് ഈ പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ബുക്കിലോ നോട്ട് ബുക്കിലോ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. സൃഷ്ടാവായ ദൈവമേ, എന്നെ കാത്തു പരിപാലിക്കുന്ന കരുണാമയനായ ദൈവമേ,
ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. ഓരോ നിമിഷവും എന്നെ കാത്തു പരിപാലിക്കുന്നതിനും എൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ നീ അനുഗ്രഹിക്കുന്നതിനും ഞാൻ മനസ്സ് തുറന്ന് നിന്നോട് നന്ദി പറയുകയാണ്. എൻ്റെ ശരീരവും മനസ്സും നിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാപങ്ങളെ വെറുക്കുകയും എൻ്റെ പാപങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പാപഭാരങ്ങളും ഞാൻ കഴുകിക്കളയുകയാണ്. എന്നിൽ നിന്ന് എല്ലാ പാപക്കറകളും തുടച്ചു മാറ്റി എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമായി നിൽക്കുന്ന ഈ പാപഭാരം എന്നിൽ നിന്ന് നീ എടുത്തു മാറ്റിയതിന് കരുണാമയനായ കർത്താവേ, നിനക്ക് ഞാൻ നന്ദി പറയുകയാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പിതാവായ ദൈവമേ, നിന്റെ നാമത്തിൽ എല്ലാ ദുഷ്ടശക്തികളെയും ഞാൻ ഉപേക്ഷിക്കുകയാണ്. എല്ലാ പൈശാചിക ശക്തികളും ബന്ധനങ്ങളും ഈ ജലത്താൽ എൻ്റെ കൈകളിൽ നിന്ന് ഇറങ്ങിപ്പോവട്ടെ. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും കൂടി ആരാധിക്കുകയും സ്നേഹിക്കുകയും നിന്നിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളിലും, പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളും നടത്തിത്തരണമേ എന്ന് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവമേ, അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നീ എൻ്റെ ജീവിതത്തെ താങ്ങി നടത്തുന്നതിന് ഓരോ നിമിഷവും ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ തീർച്ചയായും ഇവിടെ കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമ്മളിവിടെ എഴുതി വെച്ച് എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ 33 തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ, നിങ്ങളുടെ രോഗാവസ്ഥകളാകാം, പഠനവുമായി ബന്ധപ്പെട്ടതാകാം, ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, എന്തുമാകാം, അവയെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ, ഈ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് നന്ദി.